والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن الناس من يشتري لهو الحديث ليضل عن سبيل الله بغير علم ويتخذها هزوا أولئك لهم عذاب مهين. صدق الله العظيم. ബഹുമാന്യരായ സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ അവന്റെ അന്ത്യദൂതൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിത മാതൃകകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ തൃപ്തിയും സ്നേഹവും കൈവരിക്കാനും അതിലൂടെ ശാശ്വതമായ പാരത്രിക ജീവിത വിജയം നേടിയെടുക്കാനും നിരന്തരമായി ഓരോരുത്തരും ശ്രമിക്കണമെന്ന് ഞാൻ എൻ്റെ സഹോദരന്മാരോടും ഞാൻ എന്നോട് തന്നെയും ഉണർത്തുകയാണ്. അല്ലാഹു കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കാനും നല്ലത് മാത്രം പിൻപറ്റാനും നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ടവർ, ബന്ധുമിത്രാദികൾ, സ്നേഹിതന്മാർ, സഹപ്രവർത്തകർ, ഗുരുവര്യന്മാർ, സഹായികൾ, ലോക മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ എല്ലാവർക്കും അല്ലാഹു വിശാലമായ മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ, സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, സർജറി കഴിഞ്ഞ് കഴിയുന്നവർ, അതേപോലെ പലതരത്തിലുള്ള ചികിത്സയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ, മാരകമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, കടം കൊണ്ട് വലയുന്നവർ, എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ അസുഖങ്ങൾ എത്രയും പെട്ടെന്ന് അല്ലാഹു ശിഫയാക്കി അവർക്ക് ഹിദായത്തും ഇസ്തിഖാമത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ നമുക്ക് പ്രദാനം ചെയ്തിട്ടുള്ളത് മാനസികമായും ശാരീരികമായും ദുനിയാവിലും ആഖിറത്തിലും പരിപൂർണമായ സന്തോഷം കൈവരിക്കുന്നതിന് വേണ്ടിയും സമാധാനം നേടിയെടുക്കുന്നതിന് വേണ്ടിയും താൽക്കാലികവും കൃത്രിമവുമായിട്ടുള്ള സന്തോഷങ്ങൾ അത് സ്ഥായിയായി സ്ഥിരമായി നിലനിൽക്കുകയില്ല. അത് നൈമിഷികമായിരിക്കും, അത് താൽക്കാലികമായിരിക്കും. അതിന് പ്രത്യാഘാതങ്ങളും അതിന് പാർശ്വഫലങ്ങളും ഉണ്ടാകും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചു നൽകിയിട്ടുള്ള സന്തോഷത്തിന്റെ മാർഗങ്ങൾ അത് അർത്ഥവത്തായതും എന്നും നിലനിൽക്കുന്നതുമാണ്. അല്ലാഹുവിന്റെ ദീൻ നമ്മളെ ഞെരുക്കാൻ വേണ്ടിയല്ല, പ്രയാസപ്പെടുത്താൻ വേണ്ടിയല്ല. അത് നമുക്ക് എല്ലാ അർത്ഥത്തിലും നമ്മെ സന്തോഷിപ്പിക്കാനും സമാധാനിപ്പിക്കാനും ആനന്ദിപ്പിക്കാനും വേണ്ടിയുള്ളത് തന്നെയാണ്. പരിശുദ്ധ ഇസ്ലാം അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും എന്നതുപോലെ ആത്മീയമായ സന്തോഷം നമുക്ക് നൽകാൻ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ മാർഗങ്ങൾ, ഇബാദത്തിന്റെ മാർഗങ്ങൾ, അതുപോലെ ഈമാന്റെ വഴികൾ തുറന്നിട്ടതുപോലെ തന്നെ കലാകായിക വിനോദങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു അനുവദിച്ചത് പ്രകാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമുക്ക് കാണിച്ചു തന്നു. ഇസ്ലാമിലെ കലാകായിക വിനോദങ്ങൾ അത് ഞാൻ സൂചിപ്പിച്ചതുപോലെ മനസ്സിനും ശരീരത്തിനും ആരോഗ്യവും ആനന്ദവും ഉണ്ടാക്കുന്നതാണ്, ഉന്മേഷവും ഊർജവും നൽകുന്നത്.
ഈ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ കലാകായിക വിനോദങ്ങളെ നോക്കിക്കാണുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ഹദീസ് നമുക്ക് ഓർമ്മയുണ്ടാവും. അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി തആല മിനൽ മുഅ്മിനിൽ ദഈഫ്. ഒരു ശക്തനായ സത്യവിശ്വാസി ദുർബലനായ വിശ്വാസിയേക്കാൾ അല്ലാഹുവിന് ഏറ്റവും പ്രിയങ്കരനാണ്. അപ്പോൾ ശക്തി, ഊർജം സംഭരിക്കുക എന്നത്, കായികമായി ശക്തി നേടുക എന്നുള്ളത്, മാനസികമായ ഊർജം നേടുക എന്നതൊക്കെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. ഉംറത്തുൽ ഖദാഇന്റെ ഒരു സന്ദർഭം എന്ന് പറഞ്ഞാൽ, ഹുദൈബിയ സന്ധി പ്രകാരം ഹിജ്റയുടെ 7-ാം വർഷത്തിൽ 6-ാം വർഷത്തിൽ നിങ്ങൾ ഇപ്പോൾ ഉംറയ്ക്ക് പോകേണ്ടതില്ല. ഖുറൈശികൾ പറയുകയാണ്, അടുത്ത വർഷം മടങ്ങി വന്നിട്ട് നിങ്ങൾക്ക് ഉംറയ്ക്ക് പോകും. അങ്ങനെ കരാറിൽ ഏർപ്പെട്ട ഒരു സന്ദർഭം. ആ വർഷം പൂർത്തിയായി. പിറ്റേ വർഷം ഹിജ്റയുടെ 7-ാം വർഷം കഅബയിലേക്ക് അവർ ഉംറയ്ക്ക് വേണ്ടി മാർച്ച് ചെയ്യുന്നു. വളരെ വലിയ ശക്തി പ്രകടനമായിട്ടാണ് അവിടെ ചെല്ലുന്നത്. അവിടെ ചെന്നപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ആ കഅബ ശരീഫിന്റെ മുമ്പിൽ നിന്നിട്ട് ഗംഭീരമായ ഒരു കവിത ആരംഭിച്ചു. ദിക്റിന്റെയും തസ്ബീഹിന്റെയും തഹ്മീദിന്റെയും ദുആയുടെയും ലബ്ബൈക്കിന്റെയും ഒക്കെ സ്ഥലം. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ശത്രുക്കളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കവിതയാണ് ആലപിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു തആല ഒരു ധീരനാണ്. എന്നിട്ട് കൂടി അദ്ദേഹം ഇടപെട്ടിട്ട് പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു റവാഹ, താങ്കൾ ഇത് എവിടെ വെച്ചാണ് കവിത പാടുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലും കഅബ ശരീഫിന്റെ മുമ്പിലും വെച്ചിട്ടാണോ നീ അന്യായം ചെയ്യുന്നത്? ശരിയല്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നേരം ഇടപെട്ടിട്ട് പറഞ്ഞു, ഖല്ലി അൻഹു യാ ഉമർ ഫലഹിയ അസ്റഉ ഫീഹിം മിൻ നലഹിൻ നബി. അവരെ വിട്ടേക്കൂ ഉമറേ, അദ്ദേഹത്തിന് അങ്ങ് വിട്ടേക്കൂ, അദ്ദേഹം പാടിക്കോട്ടെ. ഈ കവിതയുടെ ഊഴമ്പുകൾ ശത്രുഹൃദയങ്ങളിലേക്ക് തുളച്ചു കയറും. അതുകൊണ്ട് അബ്ദുള്ള കവിത ആലപിച്ചോട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു കലാപരമായ മാധ്യമമാണ്. ഹറം ഷരീഫിന്റെ മുമ്പിൽ പോലും സഹാബികൾ സന്ദർഭാനുസരണം അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നതിന്റെ ഒരു ദൃഷ്ടാന്തം. ഒരിക്കൽ അസ്ലം ഗോത്രക്കാരെ നിന്നിട്ട് അമ്പെയ്ത്ത് മത്സരം നടത്തിക്കൊണ്ടിരിക്കുക. 2 ടീമായി തിരിഞ്ഞിട്ടുണ്ട്. ഒമ്പിച്ച അമ്പെയ്ത്ത് മത്സരം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ഒരു ടീമിന്റെ കൂടെ കൂടിയിട്ട് പറഞ്ഞു, ഞാൻ ഇവരുടെ കൂടെ. അപ്പൊ മറ്റേ ടീം പ്രശ്നം ഉണ്ടാക്കിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേണ്ട, ഞാൻ 2 ടീമിനും ഒപ്പം. എന്നിട്ട് നബി പറഞ്ഞു, ഇർമു യാ ബനി ഇസ്മാഈൽ കാന അബൂകും ദൂ റമീൻ ജയ്യിദ്. നന്നായിട്ട് അമ്പെയ്തോളൂ ഇസ്മായിലിന്റെ സന്തതികളെ, നിങ്ങളുടെ പിതാവ് നല്ല അമ്പെയ്ത്തുകാരനായിരുന്നു എന്ന്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിൽ എത്യോപ്യയിൽ നിന്നുള്ള ഒരു സംഘം വന്നിട്ട് ആയോധന കല പരിശീലിക്കുകയും ആയുധാഭ്യാസം നടത്തി വമ്പിച്ച നിലയിലുള്ള കായിക പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു തആല ഇത് കാണാൻ വല്ലാത്ത ഇഷ്ടം. നബിയുടെ പുറകിൽ വന്ന് നബിയോട് ചേർന്ന് നബിയുടെ തോളിൽ ആയിഷ റളിയല്ലാഹു തആലയുടെ മുഖം അമർത്തിക്കൊണ്ട് അത് നോക്കിക്കൊണ്ടേയിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ നബി ചോദിച്ചു, മതിയോ, ഇനി നമുക്ക് പോകാമോ? പോരാ, ഇനിയും കാണണം എന്ന് പറഞ്ഞു. താല്പര്യം കാണിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അവിടെ കൂടെ നിന്ന് കളി കാണാൻ നിന്നു എന്ന് ഹദീസിൽ കാണാൻ കഴിയും. മറ്റൊരിക്കൽ റുക്കാന എന്ന് പറയുന്ന ഒരു മഹാമല്ലൻ ഗുസ്തി ചാമ്പ്യനാണ്, അറിയപ്പെട്ടയാളാണ്. ഇസ്ലാമിനെ കുറിച്ച് പ്രബോധനം നടത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അയാൾ പറഞ്ഞു, മുഹമ്മദേ, ഞാൻ മുസ്ലിം ആവണമെങ്കിൽ എന്റേതായ ഒരു രീതിയിൽ
നീ എന്നെ ഗുസ്തി മത്സരത്തിലൂടെ എന്നെ നീ പരാജയപ്പെടണം, എങ്കിൽ നിനക്ക് സമ്മാനമുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിക്കോട്ടെ എന്ന് പറയുകയും ഗുസ്തി മത്സരം നടത്തുകയും റുക്കാനയെ 3 തവണ മലർത്തിയടിച്ച് പരാജയപ്പെടുത്തുകയും ചെയ്തു. അവസാനം ആടിനെ സമ്മാനമായി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിരസിക്കുകയും ജയിച്ചത് നബിയാണ് എന്ന് അവിടെ എടുത്തു പറയുകയും ചെയ്തു. അവസാനം അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ളതാണ്. അതുപോലെ ആയിഷ റളിയല്ലാഹു തആലയുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 തവണ ഓട്ട മത്സരം നടത്തിയിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ചു, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമാത്രം കായിക കുതുകിയായിരുന്നു, അതിൽ ഉത്സാഹം കാണിച്ചിരുന്നു. ആരാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം? വളരെ ഗൗരവതരമായ ചിന്തകളിലൂടെ കടന്നു പോകുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കായിക വിനോദങ്ങളെ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. ഈ അർത്ഥത്തിലല്ല, മനുഷ്യന്റെ മനസ്സിനും അവരുടെ ശരീരത്തിനും ഊർജവും സന്തോഷവും ആരോഗ്യവും കായികക്ഷമതയും ഒക്കെ നൽകുന്ന കലാകായിക വിനോദങ്ങൾ അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന് തടയാത്തിടത്തോളം അതൊക്കെ തന്നെ ഇസ്ലാം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് എന്നതിന് നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. പിന്നീട് ഇസ്ലാം കടന്നു വന്ന വഴികളിൽ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ വികാസം കൊള്ളുന്നതിനനുസരിച്ച് കാലാനുസൃതമായി അത്തരം കലകളെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്നും നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നമ്മുടെ മുമ്പിൽ ഒരു ലോകകപ്പ് ഫുട്ബോൾ മാമാങ്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസം ഫൈനൽ വരാൻ പോകും. എല്ലാവരും ഒരു പ്രത്യേകമായ ഭ്രാന്താവേശത്തിലാണ്. വല്ലാത്തൊരു ആരാധനാ മനോഭാവത്തോടു കൂടിയാണ് പല താരങ്ങളെയും നോക്കിക്കണ്ടുകൊണ്ടിരിക്കുന്നത്. മെസ്സി എന്നത് വല്ലാത്ത ഒരു പ്രത്യേക ഭ്രാന്തൻ ആവേശം നൽകുന്ന ഒരു പ്രതീകമായി കണ്ടുകൊണ്ട് കൊച്ചുകുട്ടികൾ പോലും അവർക്കെന്തെങ്കിലും ഇടത്ത് സംഭവിച്ചാൽ പൊട്ടിക്കരയുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ, ഓടിച്ചാൽ സന്തോഷം കൊണ്ട് പൊട്ടിക്കരയുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്ന കുഞ്ഞുങ്ങളും വലിയൊരു നൃത്തം ചെയ്യുന്നവർ ഭ്രാന്താവേശത്തിലാണ്. കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞു മോനെ പള്ളിയിൽ കൊണ്ടുവരുന്നുണ്ട്, മെസ്സിയുടെ ഡ്രസ്സാണ്. അപ്പൊ ഇങ്ങനെ മൊത്തത്തിൽ എവിടെയും കട്ടൗട്ടുകളാണ്, വമ്പിച്ച ആവേശത്തിലാണ്. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഇതൊരു കായിക വിനോദം എന്ന നിലയിൽ നമുക്ക് കാണാം, അനുഭവിക്കാം, ആസ്വദിക്കാം. നമുക്കും ഫുട്ബോൾ കളിക്കാം, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാം, വോളിബോൾ കളിക്കാം, എന്ത് കളിയും കളിക്കാം. പക്ഷെ ഇവിടെ നമുക്ക് ഈ കളിയുടെ ഒരു രാഷ്ട്രീയം അത് തിരിച്ചറിയാതെ പോകും. നമുക്കറിയാലോ, നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ കാണുന്ന ചില മോഷണങ്ങളും കൊള്ളകളും, വലിയ ഗേറ്റും ക്യാമറയും അടിക്കുന്ന പട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ മറികടന്നിട്ടായിരിക്കും കള്ളന്മാർ അകത്ത് കിടക്കും. അവിടെ കാവൽ നായ്ക്കൾ ഉണ്ടാകുമ്പോൾ കാവൽ നായ്ക്കൾക്ക് മയക്കുമരുന്ന് പുരട്ടി ഇറച്ചി കഷ്ണങ്ങൾ എറിഞ്ഞു കൊടുത്തിട്ട് ആ കാവൽ നായ്ക്കൾ അത് കടിച്ചു തിന്ന് മയങ്ങി കിടക്കുമ്പോൾ കയറി നന്നായി മോഷണം നടത്തി സുരക്ഷിതമായി പുറത്തിറങ്ങി രക്ഷപ്പെടുന്ന കള്ളന്മാരുടെ കഥകൾ ധാരാളമായി നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. ഇതേപോലൊരു സംഗതി, ഇതിന്റെ ഒരു വികസിച്ച രൂപം ലോക രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. പുരാതന റോമില് അവിടെ ബ്രെഡ് ആൻഡ് സർക്കസ് എന്ന് പറയുന്ന ഒരു സ്വഭാവം, ഒരു രീതിശാസ്ത്രം അത് എടുത്തു പറയപ്പെട്ടിട്ടുണ്ട്. എന്താണ്? പുരാതന റോമിൽ ജനങ്ങളുടെ സമ്പത്ത് മുഴുവൻ കുന്നുകൂട്ടി സ്വകാര്യമായി രാജാക്കന്മാർ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങളുടെ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും തെരുവുകൾ കൈയടക്കുമെന്നായപ്പോൾ റോമൻ ഭരണാധികാരി ചെയ്തത് ജനങ്ങൾക്ക് സൗജന്യമായി ഭക്ഷണം, സൗജന്യമായി അവർക്ക് ആഹാരത്തിലുള്ള വഴികൾ യഥേഷ്ടം അനുവദിച്ചു കൊടുക്കും.
അതേപോലെ തന്നെ വലിയ വമ്പൻ കൊളോസിയങ്ങൾ, വമ്പൻ സ്റ്റേഡിയങ്ങൾ, അവിടെയൊക്കെ വലിയ വലിയ കായിക അഭ്യാസ പ്രകടനങ്ങൾ നടത്തി. ഗ്ലാഡിയേറ്റേഴ്സുകളെ വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള അടിമകളും ജയിലുകളിൽ പിടിക്കപ്പെട്ടിരിക്കുന്ന, ജയിലറകളിൽ കിടക്കുന്ന ആളുകളെയും ഒക്കെ കൊണ്ടുവന്ന് അവരെ കൊണ്ട് ആയുധാഭ്യാസം നടത്തിക്കുന്ന, പരസ്പരം മാരകമായി മുറിവേൽപ്പിക്കുന്ന, ചോര ചിന്തുന്ന രക്തരൂക്ഷിതമായ സാഹസിക കായിക പ്രകടനങ്ങൾ. ഇത് പ്രത്യേകം വലിയ സ്റ്റേഡിയങ്ങളിൽ അരങ്ങ് തകർത്തു രാജ്യം മുഴുവൻ. ഇത് കാണാൻ ആളുകൾ ആവേശത്തോടെ 10,000 തടിച്ചുകൂടിക്കൊണ്ടിരുന്നു. തിന്നാൻ അപ്പവും ആസ്വദിക്കാൻ വിനോദവും ഉണ്ടായപ്പോൾ അവിടെയുള്ള യുവത, ക്ഷുഭിത യൗവനങ്ങൾ, അവരൊക്കെ അവരുടെ പ്രതിഷേധങ്ങൾ കെട്ടടങ്ങി കലകൾ ആസ്വദിക്കാൻ തുടങ്ങി. അവരിങ്ങനെ ഇത്തരത്തിലുള്ള കലകളിൽ ആസ്വാദനവും രസവും കണ്ടെത്തി നിശബ്ദരായി, ഭരണകൂടത്തിന്റെ രാജവംശത്തിന്റെ ചെയ്തികൾക്ക് ഒത്താശ പാടി നിശബ്ദരായി, നിഷ്ക്രിയരായി മാറിപ്പോയ കഥയുണ്ട്. അതാണ് ചരിത്രത്തിൽ ബ്രെഡ് ആൻഡ് സർക്കസ് എന്നറിയപ്പെടുന്നത്. ഇതിന്റെ വികസിച്ച രൂപമാണ് ഇന്ന് ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ലോകത്ത് ചരിത്രത്തിൽ ഇന്നുവരെ ഇല്ലാത്ത വിധത്തിലുള്ള രാഷ്ട്രീയമായ അരക്ഷിതാവസ്ഥകളിലൂടെയാണ് ആഗോള രാഷ്ട്രീയം കടന്നു പോകുന്നത്. അതിന് നെടുനായകത്വം വഹിക്കുന്നത് അമേരിക്കയും ഇസ്രയേലും അത്തരത്തിലുള്ള രാഷ്ട്രങ്ങളാണ്. അതോടൊപ്പം ചേർന്നിട്ട് നമ്മുടെ ഇന്ത്യയും ഒപ്പം നിൽക്കുന്നുണ്ട്. അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധമായ കലാപനങ്ങളും വംശീയ ഉന്മൂലന ശ്രമങ്ങളും ആയുധ പരീക്ഷണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത അഴിമതികളും കോർപ്പറേറ്റുകൾക്ക് പൊതു സംവിധാനങ്ങളെ കൂട്ടിക്കൊടുത്ത് ലാഭമുണ്ടാക്കുന്ന പരിപാടികളും, അതുപോലെ നിരപരാധികളെയും പ്രതിഷേധിക്കുന്നവരെയും ജയിലിലടച്ചും പകവീട്ടിക്കൊണ്ടിരിക്കുന്നു. രാജ്യമെമ്പാടും ലോകമെമ്പാടും അഭയാർത്ഥി പ്രവാഹങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ സാമ്രാജ്യത്വത്തിന് മുമ്പോട്ട് പോകണമെങ്കിൽ, സയനിസത്തിനും ഫാഷിസത്തിനും ലോകം ഭരിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള വിനോദങ്ങൾ ക്ഷുഭിത യൗവനങ്ങളുടെ സിരകളിലേക്ക് കത്തിപ്പടർത്തേണ്ടതുണ്ട്. ഇതൊരു കളി എന്നതിനപ്പുറം കളിയിലെ കാര്യം എന്ന നിലയിൽ നോക്കിക്കാണാനും കൂടി നമ്മൾ ശ്രമിക്കണം. ഇതിന്റെ ആഗോള രാഷ്ട്രീയം നമ്മൾ കാണാതെ വിട്ടുപോകരുത്. നിങ്ങൾ നോക്കൂ, ഇന്നത്തെ ദിവസം നമ്മുടെ പത്രം എടുത്തു നോക്കിയാൽ കാണാം, അവിടെ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ അവിടെ നിന്ന് നിൽക്കക്കള്ളിയില്ലാതെ അഭയാർത്ഥികളായി 2 ബോട്ടുകളിൽ യാത്ര തിരിച്ചു. അഭയാർത്ഥികളായി യാത്ര തിരിച്ച് ഇപ്പോൾ 500 പേരോളം ആളുകളെ കടലിൽ കാണാതായിരിക്കുന്നു, മരിച്ചിരിക്കുന്നു എന്നാണ്. ഈ അഭയാർത്ഥികൾ കടൽക്ഷോഭം നിലനിൽക്കുന്ന ഈ സമയത്ത് തന്നെ കടൽ മാർഗം കപ്പൽ യാത്ര ചെയ്യുന്നതിന് നിർബന്ധിതമായ സാമൂഹിക രാഷ്ട്രീയ കാലാവസ്ഥയാണ് റോഹിംഗ്യയിലുള്ളത്. അപ്പൊ ഇതൊന്നും ലോക ഭൂപടത്തിലുള്ള ഇത്തരം പ്രശ്നങ്ങൾ ആർക്കും ചർച്ചയല്ല. ഇസ്രയേലും അമേരിക്കയും ഒക്കെ സന്ധിയിൽ ഇറാനുമായി രാഷ്ട്രീയ ഉടമ്പടിയിൽ ഏർപ്പെട്ടിട്ട് ഇപ്പോൾ അക്രമപരമായി അവർ തന്നെ കരാർ ലംഘിച്ച് തോന്നിവാസങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. കൊച്ചുമക്കളെ, ഫലസ്തീനിലെ ഗസയിലെ കൊച്ചുമക്കളൊക്കെ തങ്ങളുടെ ബുൾഡോസർ കൊണ്ട് തകർക്കുന്ന വീടുകൾ നോക്കി വിങ്ങിപ്പൊട്ടുകയും പരസ്പര സഹോദരങ്ങൾ പുണർന്ന് കരയുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് വീഡിയോയിൽ. ഇതൊക്കെ നിർബാധം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൊച്ചിയിൽ, നമ്മുടെ ഇന്ത്യയിൽ ഇവിടെ ഈ ബുൾഡോസർ രാജ് നിർബാധം നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെ ഏക സിവിൽ
കോഡ് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെ ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കി ഏറെക്കുറെ 80% മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും ഇതേ ഭാഷ സ്വീകരിക്കുന്നു പുതിയ ഭരണകൂടവും. ബ്രെഡ് ആൻഡ് സർക്കസ്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറഞ്ഞാൽ ആ ഭാഷയാണത്. ഒരു രാജ്യം, ഒരു സംസ്ഥാനം കടക്കണിയിൽ അകപ്പെടുമ്പോ, ഒരു സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ വളരെ ആരോഗ്യകരമായ ഭദ്രമായ ബജറ്റുകളിലൂടെ അതിന് പരിഹാരം കണ്ടെത്തേണ്ടതിന് പകരം പൊതുജനങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടി ഇതുപോലെ ബ്രെഡ് കൊടുത്ത് അപ്പം കൊടുത്ത് അവരെ ആശ്വസിപ്പിക്കുന്ന, അവരെ പ്രീണിപ്പിക്കുന്ന, പ്രലോഭിപ്പിക്കുന്ന നയങ്ങൾ. അപ്പൊ ആളുകൾക്ക്, നിങ്ങൾ നോക്കൂ, നമ്മുടെ മലബാറിന്റെ മേഖലയിൽ ഈ പോർച്ചുഗീസുകാർക്കും ഡച്ചുകാർക്കും ഫ്രഞ്ചുകാർക്കും ബ്രിട്ടീഷുകാർക്കും എതിരെ പടപൊരുതിയ ഒരു നാടാണിത്. ഇവിടെയുള്ള യുവാക്കൾക്ക് എന്താണ് പണി? അവർക്ക് നല്ല ഫുഡ് കിട്ടും. വൈകുന്നേരമായ റെസ്റ്റോറന്റുകളിലൊക്കെ നമ്മുടെ ചിക്കന്റെ വിവിധ രൂപത്തിലുള്ള രുചികരമായ ഭക്ഷ്യവിഭവങ്ങൾ അവർക്ക് യഥേഷ്ടം വാങ്ങി തിന്നാൻ കഴിയും. അതാണ് അവരുടെ ഹരം. പിന്നെ അവർക്ക് നന്നായി ഫുട്ബോൾ കളിക്കാൻ കഴിയും. ഈ പറയപ്പെടുന്ന അധിനിവേശ ശക്തികളുടെ കൂറ്റൻ കട്ടൗട്ടുകൾ ഉയർത്തി സ്വന്തം ശരീരത്തോട് ഒട്ടി നിൽക്കുന്ന ജേഴ്സി ധരിച്ച് ആ രാഷ്ട്രങ്ങളുടെ അത്തരം ആളുകളുടെ മുദ്രകൾ പതിപ്പിച്ച് പതാകകളേന്തി ആ രാഷ്ട്രത്തിന്റെ തന്നെ ഭരണാധികാരികളെ നെഞ്ചിലേറ്റി ഒക്കെ കൊണ്ടു നടക്കുന്ന നിരർത്ഥകമായ വിനോദങ്ങൾ. കളി അത് കോർട്ടിലാകാം, അത് മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത്, അത് സംസ്കാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരേണ്ടതില്ല. അത് നമ്മുടെ മതത്തിലേക്ക്, നമ്മുടെ രാജ്യത്തേക്ക് അധിനിവേശം നടത്തേണ്ടതില്ല. സഹോദരന്മാരെ, ഇത് പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ചില ആളുകൾ, ചില ജനങ്ങൾ വ്യർത്ഥമായ വിനോദങ്ങൾ വിപണനം ചെയ്യുന്നവരാണ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് പടച്ചവൻ കൽപ്പിച്ച സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക, വൈയക്തിക, കുടുംബ മൂല്യങ്ങളിൽ നിന്ന് ജനങ്ങളെ തടയുന്നതാണ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് മനുഷ്യരെ തടയുന്നതാണ്, വഴിതെറ്റിക്കുന്നതാണ്. വിജ്ഞാനപ്രദമായ യാതൊന്നുമില്ലാത്ത വിധത്തിൽ, വൈജ്ഞാനികമായി വിലയിരുത്താൻ സാധിക്കാത്ത വിധത്തിൽ വ്യർത്ഥമായ വിനോദങ്ങളിലൂടെ മനുഷ്യന്റെ വികാരങ്ങളെ ത്രസിപ്പിച്ച് പടച്ചവന്റെ മാർഗത്തിൽ നിന്നും, അവൻ നമ്മളോട് കൽപ്പിച്ച മാനവിക മൂല്യങ്ങളിൽ നിന്നും, സംസ്കാരത്തിൽ നിന്നും നമ്മളെ തടയുകയാണ്. ഈ മനുഷ്യർ അതിനെ അപഹാസ്യമാക്കുകയാണ്, പരിഹാസ്യമാക്കുകയാണ്. അതെ, ഞങ്ങളുടെ കൊള്ളയടിക്കട്ടെ, ഞങ്ങളുടെ വംശീയ ഉന്മൂലനങ്ങൾ നടത്തട്ടെ, കൊലപാതകങ്ങൾ നടത്തട്ടെ, കോർപ്പറേറ്റ് വൽക്കരിക്കട്ടെ, അഴിമതി നടത്തട്ടെ, തോന്നിയാസങ്ങൾ നടത്തട്ടെ, നിങ്ങൾക്ക് ഇതുപോലെ കുറച്ച് വിനോദങ്ങളും അപ്പവും തരാം. നിങ്ങൾ അതെല്ലാം വാങ്ങി തിന്നും കുടിച്ചും സമൃദ്ധിയിലായി നിങ്ങൾ ആനന്ദിച്ച് അതിൽ ആസക്തരായി കഴിയണം. നിങ്ങളുടെ രാഷ്ട്രീയ ചിന്ത, നിങ്ങളുടെ പൗരബോധം, നിങ്ങളുടെ മാനവിക ബോധം, നിങ്ങളുടെ മനുഷ്യത്വം അത് ഉണരാൻ പാടില്ല. അത് ചോദ്യമായി ഉയരരുത്, അത് പ്രതിഷേധമായി ഉയരരുത്. അതാണ് ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം. അവർക്ക് നിന്ദ്യമായ ശിക്ഷയുണ്ടെന്ന് അല്ലാഹു പറയുന്നു. ലഹരിയെ പറ്റി പറയുന്നിടത്ത് അല്ലാഹു പറയുന്നത് കാണാം.
ഫിൽ ഖംറി വൽ മൈസിർ. പിശാച് ഈ ലഹരി പടർത്തുന്നതിലൂടെ, ചൂതാട്ടത്തിലൂടെ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ ശത്രുതയിലും പരസ്പര വിദ്വേഷത്തിലും പകയിലും വെറുപ്പിലും അകപ്പെടുത്തുക എന്നതാണ്. വയസുദ്ദക്കും അൻ ദിക്രില്ലാ, അല്ലാഹുവിന്റെ സ്മരണയിൽ നിന്ന് തടയുക. നമസ്കാരത്തിൽ നിന്ന് തടയുക. ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ ഈ പ്രവണത അവസാനിപ്പിക്കുന്നില്ലേ? നിങ്ങൾ ഈ ചെയ്തികൾ അവസാനിപ്പിക്കുന്നില്ലേ? അല്ലാഹു ചോദിക്കുക. അപ്പോ മദ്യത്തെ കുറിച്ച് പറഞ്ഞിടത്ത് മദ്യത്തെ മാത്രമല്ല പറഞ്ഞത്, മൈസൂരിനെ പറ്റി, ചൂതാട്ടത്തെ പറ്റി, സമാനമായ സംഗതികൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് അല്ലാഹു പറയുന്നത്. നമ്മൾ ഈ കാലത്തേക്ക് വരുമ്പോ പാതിരാവു ചെല്ലുന്നത് വരെയും, അതല്ലെങ്കിൽ നേരം പുലരും വരെയും ഫുട്ബോൾ മാമാങ്കം കണ്ടിരിക്കുന്നവർ സുബഹി ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ, നമസ്കാരത്തിന് യാതൊരു പ്രാധാന്യവും ഇല്ലാത്ത അവസ്ഥ, അവരുടെ സംസ്കാരം തന്നെ മാറിപ്പോകും. സഹോദരന്മാരെ, പ്രശസ്ത സാമൂഹിക വിമർശകനും പാശ്ചാത്യ ചിന്തകനുമായ നോം ചോസ്കി അദ്ദേഹത്തിന്റെ മാനുഫാക്ചറിംഗ് കൺസെന്റ് എന്ന് പറയുന്നു. അതായത് സമ്മതി നിർമ്മിതി, എങ്ങനെയാണ് പൊതുജന സമ്മതിയെ നിർമ്മിച്ചെടുക്കുന്നത് എന്നതിനെ പറ്റി പറയുന്നു. സാമൂഹ്യ ശാസ്ത്രപരമായ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ അദ്ദേഹം 2-3 കാര്യങ്ങൾ പറയുന്നു. നിരവധി കാര്യങ്ങൾ പറയുന്നു. പ്രസ്താവ്യമായി ഇവിടെ പറയേണ്ട 2-3 കാര്യങ്ങൾ. ഒന്ന്, മനുഷ്യർക്ക് സ്വാഭാവികമായി മറ്റുള്ളവരുമായിട്ട് ഇടപഴകാനും ഒത്തുചേരാനും കൂട്ടായ്മകൾ രൂപപ്പെടുത്താനുമുള്ള ഒരു ടെൻഡൻസി, ഒരു താല്പര്യമുണ്ട്. മനുഷ്യന് സ്വാഭാവികം, ഒരു സാമൂഹ്യ ജീവിയാണ്, കൂട്ടായ്മയിൽ വിശ്വസിക്കുന്നു. ഇതിനെ ഇബ്നു ഖൽദൂൻ പറഞ്ഞത് അസബിയത്ത് എന്നാണ്. അസബിയത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യരെ പക്ഷം ചേരാനും കൂടെ നിൽക്കാനും ആ ഒരു ടീം സ്പിരിറ്റ് കൊണ്ടു നടക്കാനുമുള്ള ഒരു മാനസികമായ വ്യഗ്രത, ഒരു താല്പര്യം അവന്റെ ഉള്ളിലുണ്ട്. ഈ ഒരു കമ്മ്യൂണിറ്റി ഫീലിംഗ്, ഇത് സാമൂഹികമായ ഉത്തരവാദിത്ത നിർവഹണങ്ങൾക്കും സാമൂഹിക നന്മകൾക്കും മനുഷ്യർ ഉപയോഗിക്കേണ്ടതാണ്, നോം ചോസ്കി പറയുന്നത്. എന്നാൽ ഇതിനെ നമ്മുടെ ഭരണവർഗവും കോർപ്പറേറ്റുകളും തന്ത്രപരമായി അവർക്കെതിരെയുള്ള പ്രതിഷേധങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി, സാമൂഹിക നന്മയ്ക്ക് വേണ്ടി ചിന്തിക്കുന്ന ക്ഷുഭിത യൗവനങ്ങളുടെ പ്രതിഷേധങ്ങളെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം പറയുന്നു, കായിക വിനോദങ്ങളിലേക്ക് തിരിച്ചുവിടുകയാണ്. ഒരു ടീമിന്റെ പക്ഷം പിടിക്കുമ്പോ തങ്ങൾ വലിയൊരു ടീമിന്റെ കൂടെയാണ്, അതിന്റെ ഭാഗമാണ്, ഞങ്ങളുടെ ടീം വിജയിക്കുന്നു, അതിനൊരു കൃത്രിമമായ ഒരു സന്തോഷമാണ്, ഒരു സിന്തറ്റിക് ആയ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുകയാണ്. അപ്പൊ ഇത് തങ്ങളുടെ യഥാർത്ഥ എതിരാളികളോട് ഉണ്ടാവേണ്ട ആ ഒരു പ്രതിഷേധവും വിരോധവും അതിനെ അവിടെ അമർച്ച ചെയ്ത് ഈ ഭാഗത്തേക്ക് തിരിച്ചുവിടുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്, ഇത്തരത്തിലുള്ള വിനോദ മാമാങ്കങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നത് താരങ്ങളുടെ കഴിവുകളെ കുറിച്ചിട്ടുള്ള അമിതമായ വിശകലന വൈദഗ്ധ്യം ഓരോ പ്രേക്ഷകരെയും ഉണ്ടാക്കി തീർക്കുന്നു എന്നുള്ളത്. ചാനലുകളിൽ ഇരുന്നിട്ട് ഓരോ താരത്തെ കുറിച്ച് സംസാരിക്കാൻ 1000 നാക്കാണ്. ഈ വിശകലന വൈദഗ്ധ്യം, ഈ സിദ്ധി സാധാരണക്കാരനായ ഒരു യുവാവിനും യുവതിക്കും ഒരു സാധാരണ കുട്ടിക്ക് പോലും അത് വിശകലനം ചെയ്യാനുള്ള ഒരു സിദ്ധിയും ശേഷിയും അയാൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയമായ ഗൗരവതരമായ മനുഷ്യന്റെ ജീവൽ പ്രശ്നങ്ങൾ, പട്ടിണിയും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും കലാപങ്ങളും വംശഹത്യയും പോലുള്ള മനുഷ്യത്വത്തിന്റെ ചോര വറ്റിപ്പോകുന്ന, അല്ലെങ്കിൽ ചോര എന്താണ് പറയുക, തണുത്തു പോകുന്ന, ഉറഞ്ഞു പോകുന്ന, ഞെട്ടിപ്പിക്കുന്ന അവസ്ഥകൾ കണ്ടിട്ട് ആർക്കും ഒരു പ്രതികരണവും ലോകത്തെവിടെയും ഉണ്ടാവാത്ത വിധത്തിൽ പച്ച മനുഷ്യനെ മുമ്പിലിട്ട് കത്തിച്ചാൽ, തല്ലിക്കൊന്നാൽ, കലാപം നടത്തിയാൽ ചോദിക്കാൻ കൂട്ടു നിൽക്കാൻ ഒരുത്തമില്ലാത്ത വിധത്തിൽ അവന്റെ മനോഭാവങ്ങളെ മുഴുവൻ മാറ്റിയെടുക്കുകയാണ്.
ഇവന്റെ ചിന്ത, ഇവന്റെ വിശകലന വൈദഗ്ധ്യങ്ങളും അഭിപ്രായവും അവന്റെ താല്പര്യങ്ങളും മുഴുവൻ ഇത്തരം മേഖലകളിലേക്ക് തിരിച്ചുവിടുകയാണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം സിദ്ധാന്തിക്കുകയും മറ്റൊന്ന് ശ്രദ്ധ തിരിച്ചുവിടലാണ്. സ്ട്രാറ്റജി ഓഫ് ഡിസ്ട്രാക്ഷൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ രാജ്യത്തൊരു വലിയ ഒരു നിയമം, ഒരു അക്രമപരമായ നിയമം ചുട്ടെടുക്കുകയാണ്, അതല്ലെങ്കിൽ രാജ്യത്ത് ഏറ്റവും വലിയൊരു അഴിമതി പ്രശ്നം നടത്തുകയാണ്, അല്ലെങ്കിൽ വലിയ ഒരു കലഹമുണ്ടാക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവുകയാണ്. അപ്പൊ അതിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാൻ ഇത്തരത്തിലുള്ള കായിക താരങ്ങളെയും കായിക പ്രശ്നങ്ങളെയും അതല്ലെങ്കിൽ സമാനമായ മറ്റു പ്രശ്നങ്ങളെയും കൊണ്ടുവന്നുകൊണ്ട് ജനശ്രദ്ധ തിരിച്ചുവിട്ടുകൊണ്ട് അവിടെ കാര്യങ്ങൾ നേടിയെടുക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് അദ്ദേഹം പറയുന്നത് അന്ധമായ കായിക ദേശീയത, ജിങ്കോളിസം ഉണ്ടാക്കി തീർക്കുന്നു എന്നുള്ളതാണ്. കേവലം ഒരു രാജ്യത്തിന്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ അതിനെ എടുക്കേണ്ടതിന് പകരം അതിലപ്പുറം ആ രാഷ്ട്രത്തെയും ആ രാഷ്ട്രത്തിന്റെ ദേശീയതയെയും ഒക്കെ തന്നെ നെഞ്ചിലേറ്റുന്ന അവസ്ഥയിലേക്ക് അവർ മാറിപ്പോകും. ഇതൊരു നോം ചോസ്കിയുടെ അഭിപ്രായം മാത്രമാണ്. ഞാൻ ഈ പറയുന്നത് നമ്മൾ ഈ കാണുന്ന മെസ്സിയെയും ഇവരെയൊക്കെ നെഞ്ചിലേറ്റി ഭ്രാന്ത് പിടിച്ചിങ്ങനെ ആവേശത്തിൽ നടക്കുകയല്ലേ. അല്ലാഹുവും റസൂലും പരലോകവും ഇല്ല, ഇനി ഇതിനപ്പുറം വലിയ ഖിയാമത്തുകളൊന്നും വരാനില്ല. കാരണം അന്നാണ് തീരുമാനിക്കുക ആരായുടെ കപ്പ് കൊണ്ടുപോവുക, അന്നാണ് ഇവിടുത്തെ ഖിയാമത്ത് നാൾ. അതിനപ്പുറം ഇനി ഒന്നും വരാനില്ല എന്നതുപോലെ ഭ്രാന്താവേശത്തിലാണ്. സഹോദരന്മാരെ, കളിയെ കളിയായിട്ട് കണ്ടാൽ മതി, ആരോ ജയിക്കുക തോക്കെ ചെയ്യട്ടെ. പക്ഷെ കളി എന്ന നിലയിൽ അതിന്റെ പ്രയോജനങ്ങൾ എടുക്കാം. പക്ഷെ അതുണ്ടാക്കുന്ന പാർശ്വഫലങ്ങളിൽ നിന്നും പ്രത്യാഘാതങ്ങളിൽ നിന്നും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഭരണവർഗങ്ങളുടെ അതല്ലെങ്കിൽ സാമ്രാജ്യത്വ ശക്തികളുടെ കോർപ്പറേറ്റുകളുടെ രാഷ്ട്രീയ തന്ത്രങ്ങളിൽ പ്രതിരോധമില്ലാതെ വീണുപോകുന്നവരായി നമ്മൾ പറയുന്നത്. ഇത് നോം ചോസ്കിയുടെ മാത്രം അഭിപ്രായമാണ്. ഇതേ അഭിപ്രായം പ്രകടിപ്പിച്ച തിയോഡർ അമ്മോണോ, മാക്സ് ഹെർമോഗർ, അതുപോലെ തന്നെ നീൽ പോസ്റ്റ്മാൻ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചിന്തകന്മാർ, സാമൂഹിക ശാസ്ത്രജ്ഞന്മാർ, നിരീക്ഷകന്മാർ, സാമൂഹിക വിമർശകന്മാരൊക്കെ തന്നെ സമാനമായ അഭിപ്രായങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ബുദ്ധിയുള്ളവരാവണം, വിവേകമുള്ളവരാവണം. നമ്മുടെ മനസ്സിൽ ഏറ്റവും വലുത് അല്ലാഹു, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. അതൊരു സത്യം. നമുക്കവനെ കാണാൻ കഴിയുന്നില്ലെങ്കിലും അവൻ നമ്മെ കണ്ടുകൊണ്ടേയിരിക്കുകയും നമ്മളെ സകല ചെയ്തികളും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയും നാളെ മരണാനന്തരം അതേ അല്ലാഹുവിന്റെ അടുക്കലേക്ക് നമുക്ക് തിരിച്ചു പോവേണ്ടി വരും. അവനെ കണ്ടുമുട്ടേണ്ടി വരും. അത് അല്ലാഹു കൃത്യമായി നമുക്ക് പറഞ്ഞു തരും. ഈ ജീവിതം ഒരു ഉത്തരവാദിത്തപൂർണമായതാണ്. ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയിട്ട് വേണം പരലോകത്തേക്ക് പോകാൻ. വെറും കളിയും വിനോദവുമാക്കിയിട്ട് ജീവിതത്തെ അപ്പാടെ തകർത്ത് കളയാൻ നമ്മൾ ആരും നിൽക്കരുത്. ഗൗരവത്തോടുകൂടി സമീപിക്കണം. പരലോകത്തെ രംഗം എന്ന് പറയുന്നത് ഫുട്ബോൾ ഗാലറിയിൽ നിന്നിട്ട് കാണുന്നത് പോലെയല്ല. അവിടെ വമ്പിച്ച രംഗങ്ങൾ അരങ്ങേറുകയാണ്. അവിടെ ഒരു ദൈവികമായ കോടതി, ലോകാരംഭം മുതൽ ആദം നബി മുതൽ അന്ത്യ മനുഷ്യൻ വരെ നീണ്ടുകിടക്കുന്ന മനുഷ്യ സമുദ്രം, അതിന്റെ മുമ്പിൽ പടച്ച തമ്പുരാൻ സൈന്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മലക്കുകളാകുന്ന സൈന്യങ്ങൾ നിൽക്കുന്നു. രജിസ്റ്ററുകൾ കൊണ്ടുവരുന്നു, രേഖകൾ ഹാജരാക്കുന്നു, വിചാരണയ്ക്ക് കൊണ്ടുവരുന്നു. പ്രവാചകന്മാർ പോലും രക്ഷയില്ലാതെ പൊട്ടിക്കരയുന്നു. ഓരോരുത്തരും പോയിട്ട് വിചാരണ ഒന്ന് തുടങ്ങണേ എന്ന് ആവശ്യപ്പെടുന്നു. ഇങ്ങനെയൊക്കെയുള്ള അതിഭീകരമായ രംഗങ്ങൾ അഭിമുഖീകരിക്കേണ്ടവരാണ് നമ്മൾ ഓരോ ആത്മാവും, ഓരോ മനുഷ്യരും എന്ന ചിന്ത മറന്നു പോകരുത്. അതുകൊണ്ട് അള്ളാഹുവിനെ കൂടുതൽ ഓർക്കുക, ദീനിന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക, പരലോകത്തെ രക്ഷപ്പെടാനുള്ള വഴികൾ നമ്മൾ ഓരോരുത്തരും അന്വേഷിക്കുക. അല്ലാഹു തആല പറയുന്നു സൂറത്തുൽ കഹ്ഫിന്റെ ഏറ്റവും അവസാനം, ആരെങ്കിലും റബ്ബിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊള്ളട്ടെ. പടച്ചോനുള്ള ഇബാദത്തിൽ ആരെയും പങ്കു ചേർക്കാതിരിക്കട്ടെ എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അല്ലാഹുവിലേക്ക് തിരിച്ചു പോകേണ്ട ആ ദിവസം
നിങ്ങൾ ഓർത്തുകൊള്ളൂ, നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളൂ എന്ന് അല്ലാഹു തആല നമ്മളോട് ഓർമ്മിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ശരിയായ ജീവിത ലക്ഷ്യം അത് മനസ്സിൽ കൊണ്ട് നടക്കാനും അല്ലാഹുവിനെ എപ്പോഴും ഓർക്കാനും പരലോക ജീവിതം രക്ഷപ്പെടുത്താനുള്ള ചിന്തകളിൽ ഏർപ്പെടാനും ജീവിതം അല്ലാഹു ഇഷ്ടപ്പെട്ട നിലയിൽ ശരിയായ നിലയിൽ സംവിധാനിക്കാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ വ്യതിചലനങ്ങളിൽ നിന്നും വഴിതെറ്റലുകളിൽ നിന്നും അല്ലാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ഏതാനും ജനാസ